ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം തട്ടിപ്പുകൾ നടക്കുന്നു. ഇതെല്ലാം അനുഭവിക്കേണ്ടത് നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും. ഒരു കാലത്ത് നൂഡിൽ എന്ന് പറയുന്ന ഒരു സാധനം ഇറക്കി. 2 മിനിറ്റ്സ് മാഗി നൂഡിൽ എന്നായിരുന്നു. അത് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ട് കഴിഞ്ഞിരുന്നാൽ അവർക്ക് രാത്രി ഭക്ഷണം, വൈകിട്ട് ഭക്ഷണം എല്ലാവർക്കും കുട്ടികൾക്ക് കൊടുത്തു. അത് ഗ്രാജുവലായിട്ട് നമ്മളും കഴിച്ചു തുടങ്ങി. അത്ര വളരെ ടേസ്റ്റി ആയിട്ട് പല ഫ്ലേവറിലും മാഗി നൂഡിൽസ് ഇറങ്ങി തുടങ്ങി. അത് വലുതായപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഉലകമുണ്ടല്ലോ, അവർ പറഞ്ഞു, അയ്യോ കൊടുക്കരുത്, അതെന്താണ്, മൈദാമാവാണ്, കൊടുക്കരുത്. ഇതുപോലെ കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും പ്രിയമായ ഒരു ഭക്ഷണമാണ് പൊറോട്ട. പൊറോട്ട പറഞ്ഞു, അയ്യോ അതും എന്താണ്, മൈദാമാവാണ്, കഴിക്കരുത്, ആരോഗ്യത്തിന് കേടാണ്, വല്ലപ്പോഴേക്ക് കഴിച്ചോളൂ. ഉടനെ മാറ്റി ഇറക്കി ഗോതമ്പ് പൊറോട്ട. ഗോതമ്പ് പൊറോട്ട ഇറക്കിയപ്പോൾ അതിനകത്തും ഗോതമ്പിൻ്റെ മിശ്രത്തിനകത്ത് മൈദാമാവുണ്ട്, സൂക്ഷിച്ചേ കഴിക്കാവൂ. ഇതെല്ലാം ആര് പറഞ്ഞ് ഇറക്കി വിടുന്നു എന്നുള്ള അറിഞ്ഞൂടാ. പക്ഷേ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ വരുമ്പോൾ അത് നമ്മൾ കേൾക്കുന്നു, അതനുസരിച്ച് നമ്മുടെ ജീവിതവും മാറ്റുന്നു. ഇതുപോലെയാണ് ഷുഗർ കൂടില്ല, ധൈര്യമായി വാങ്ങിച്ചു കഴിച്ചോളൂ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് എന്താണ്, എൻഷുർ. എൻഷുർ കഴിഞ്ഞിട്ട് ഷുഗർ കുറഞ്ഞിട്ടുണ്ടോ? അതേപോലെ മറ്റൊരു പ്രോഡക്റ്റാണ് ഹോർലിക്സ് ഡയബറ്റിക്സ്. അത് കുടിച്ചത് ധാരാളം പേര് കാണും, അവരുടെയും ഷുഗർ കുറഞ്ഞോ? ഇതിനിടയ്ക്ക് ശേഷം നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഉലകം പറഞ്ഞു, കെലോഗ്സ് കഴിക്കൂ, കെലോഗ്സ് ആണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്, വാർദ്ധക്യത്തിൽ അത് നമ്മുടെ ആരോഗ്യം പരിപാലിക്കും. എവിടെ, അതും മോശമാണെന്ന് പറഞ്ഞു. അത് മോശമായി പറഞ്ഞു കഴിഞ്ഞ ശേഷം അത് പറഞ്ഞു, വേണ്ട, ഓട്സ് കഴിക്കൂ, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഓട്സായി. അങ്ങനെ ഓട്സിൻ്റെ പ്രിയം കൂടി പല കമ്പനികളും പല തരത്തിലുള്ള ഓട്സുകൾ നമ്മുടെ മാർക്കറ്റിൽ ഇറക്കി. അങ്ങനെ ആ ഓട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നിത്യ ആഹാരമായി മാറി. ഇതിനിടയ്ക്ക് പച്ചക്കറികൾ ധാരാളം കഴിക്കണമെന്ന് ഡോക്ടേഴ്സിൻ്റെ ഉലകം പറയുന്നുണ്ട്, അതിരിക്കട്ടെ. അപ്പോൾ കെലോഗ്സ് പോയി, ഇപ്പോൾ ഓട്സും പോയി. ഇനിയിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മില്ലറ്റ്. മില്ലറ്റിൻ്റെ വില അറിയണോ? പറയാൻ വയ്യ. മില്ലറ്റിൻ്റെ കടകൾ ധാരാളം തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും മില്ലറ്റിൻ്റെ പുതിയ പുതിയ കടകൾ തുടങ്ങിയിട്ടുണ്ട്. നല്ല വില കൊടുത്താൽ മാത്രമേ മില്ലറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ മില്ലറ്റിന് കുറച്ച് കഴിയുമ്പോൾ അതും നമ്മുടെ ആരോഗ്യത്തിന് കേടാണെന്ന് പറഞ്ഞു വരില്ലേ? യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് ഡോക്ടേഴ്സ് ആരും തന്നെ കൃത്യമായി പറയുന്നുമില്ല. ആയുർവേദമുണ്ട്, അലോപ്പതിയുണ്ട്, ഹോമിയോപ്പതിയുണ്ട്. ഇവർക്ക് ആർക്കും ഒരു സ്ഥിരമായ ഒരു അറിവ് നമുക്ക് തരുവാൻ സാധിക്കുന്നില്ല. പറയുന്നു, കേൾക്കുന്നു, കഴിക്കുന്നു, നമ്മുടെ തലയെഴുത്ത് എങ്ങനെയാണോ അതുപോലെ നടക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?